ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്നവരാണ് സാധാരണ നമ്മൾ സംഖ്യകളെന്ന് പറയാറുള്ളത്. കാരണം തലയ്ക്കകത്ത് തലച്ചോറല്ലോ, ചാണകമാണല്ലോ. അതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും വന്നിട്ട് വിഡ്ഢിത്തരവും പൊട്ടത്തരവും വിളിച്ചു പറയുന്നത്. പിന്നെ ഒരുത്തനുണ്ട് കേട്ടോ, ഏതാ നമ്മുടെ ഹാർപ്പിക് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റയുണ്ടല്ലോ. അവനിപ്പോൾ ഇസ്രായേലിൽ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഇവൻ്റെ ഒരു കക്ഷിയായിട്ടുള്ള മറ്റേ കണ്ണെല്ലാം ഇങ്ങനെ തള്ളി ഞരമ്പെല്ലാം വലിഞ്ഞ് മുറുകി മറ്റേ കീഴ്വായു വിടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകുന്ന ഒരുത്തനുണ്ടല്ലോ, ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരുത്തൻ. അവനിപ്പോൾ ജെറുസലേം തെരുവോരങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് ഓരോ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവും. നമ്മുടെ സുനിലേട്ടനെ നിങ്ങൾക്കറിയാവോ? ഈ ABC കക്കൂസിനകത്തുള്ള ഭയങ്കര ബുദ്ധിമാനൊക്കെയാണ് പുള്ളി. ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഞെട്ടാൻ നിങ്ങൾ റെഡി ആയിക്കണം. ഞെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം, ഞങ്ങൾ ഞെട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ സുനിലേട്ടൻ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുന്നതിന് മുമ്പ്, ഹാർപ്പിക് ഹുസൈൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ വലിയൊരു സംഭവം വിളിച്ചു പറഞ്ഞു. അതായത് ഈ മീശയില്ലാത്തവനെ താടിയുള്ളവനെയൊക്കെ നോക്കിക്കോളൂ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മതം എത്രത്തോളം തീവ്രമായിട്ട് ഓരോരുത്തരുടെ മനസ്സിലുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ താടി മീശയുടെയൊക്കെ അളവ് കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് ഈ വേട്ടാവളിയൻ ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. സത്യം പറയാമല്ലോ, ഞാൻ ചിരിച്ച് പണ്ടാരം അടങ്ങിപ്പോയി. കാരണം ഈ ആങ്കർ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് അത് കണ്ടൊന്നും മനസ്സിലാക്കുക. എന്നിട്ട് ഈ രണ്ടുപേർക്കും നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കൊടുക്കുന്ന നല്ല കിണ്ണം കാച്ചിയ മറുപടി, ആ മറുപടി കേട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കേട്ടോളൂ. ഞെട്ടിക്കുന്ന കാര്യം, അതായത് നുണന്നിരുന്നേ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാൻ ഒരു മനുഷ്യന് സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത് ഉറങ്ങിയാലാ റെഡി 148 പേർ കേരളത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റോ ഏതെങ്കിലും തരത്തിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ട് 148 പേരിൽ ഒരൊറ്റയാൾ മാത്രമാണ് ഒരു മുസ്ലിം. ഞാനിതിനകത്ത് മതം പറയും, കണക്ക് പറയുകയാണ്. ഡോക്ടർ ഗണപതി ലോകത്തോട് പറയുക, അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ 25%-നും 30%-നും ഇടയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ലേ? എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചു പേർക്ക് മരിച്ചൂടെ? ഇടന്ന് ആലോചിച്ചു, ഈ നാട്ടിൽ എന്തൊരു വർഗീയത. 147 പേര് മരണപ്പെട്ടപ്പോൾ അതിനകത്ത് ഒരാൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ. ഈ നാടിന്റെ പോക്കത്ര ശരിയല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബ്രെയിൻ ഡെത്ത് ബാധിച്ച് 147 പേര് മരണപ്പെടുമ്പം അതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം. കുറെ ആളുകൾ സന്നദ്ധമായി മുന്നോട്ട് വരണം മരിക്കാൻ വേണ്ടി. ബ്രെയിൻ ഡെത്ത് ബാധിച്ച് മരിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുന്നോട്ട് വരണ്ടേ? ഈ നാടിന്റെ മതേതരത്വം തകർന്നു പോവല്ലേ? നിങ്ങൾക്ക് എന്താ ഈ മരിക്കാൻ ഒരു താല്പര്യമില്ലാത്തത്? 147 പേര് മരണപ്പെടുമ്പോ ഒരു മുസൽമാൻ മാത്രം മരിച്ചാൽ മതിയാ? കുറച്ച് പേര് മുന്നിട്ട് വരണം. പിന്നെ സുന്നേട്ടൻ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ല എന്ന്. മോനെ, നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു കാറ് കിടപ്പുണ്ടെങ്കിൽ ഇടക്കിടക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് തകരാറായി പോകും. ഉപയോഗമില്ലാത്ത ഏതൊരു സാധനവും കുറെ നാളങ്ങനെ കിടന്നാൽ തകരാറായി പോകും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബ്രെയിൻ ഡെത്ത് വല്ലാതെ ബാധിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ ഉള്ളിലിരിക്കുന്ന ഇതിന് ഉപയോഗമുണ്ട്. പൊടി പിടിക്കാനൊന്നും അനുവദിക്കത്തില്ല, പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിന് ഉപയോഗമുണ്ട്. ഉപയോഗം ഇല്ലാത്തവർക്കാണ് ഈ വേഗം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത്. സുല്ലേട്ടൻ അടക്കമുള്ള ആളുകൾക്ക് വല്ലപ്പോഴും കൂടി ഒന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് സോപ്പൊക്കെ ഇട്ടെന്ന് കഴുകുക. ഇത് ഉപയോഗം ഇല്ലാത്തതിന് കുഴപ്പമാണ്. ശരിയാവും, ഉപയോഗം ശരിയാവും. സുമേഷിനെ കൊണ്ടൊന്ന് കറക്കിച്ചാൽ മതി. സുമേഷ് ഒന്ന് കറങ്ങിക്കോറാ. എന്താ പറയല്ലേ, ഇങ്ങനെ പച്ച വർഗീയത പറയുന്ന മതയോളികളെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കും. ഇപ്പൊ മലൻ TV എന്ന് പറഞ്ഞൊരു സാധനം തുറന്നു വെച്ചിട്ടുണ്ട്. എന്ത് വർഗീയതയാണ്! ഫുട്ബോളിനകത്ത് വരെ വർഗീയത കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങ് കൊണയടിച്ചോണ്ടിരിക്കുക. ഇനി നമ്മുടെ വേട്ടാവളിയൻ ഹാർപ്പിക് ഹുസൈൻ ഇല്ലേ, ലവൻ പറയുന്ന ഇവിടെ നിന്ന് കേട്ടോ. ഒരു വ്യക്തിക്ക് മതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുഖത്ത് എത്രത്തോളം മീശ ഉണ്ടെന്ന് നോക്കിയാൽ മീശ കൂടുകയും താടി കുറയുകയും ചെയ്താൽ അത് ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം താടി കൂടെ മീശ കുറയുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. താടിയും മീശയില്ലെങ്കിലോ? താടിയും മീശയില്ലെങ്കിലോ? വൈഷ്ണവജന ദോ തേരെ ഗലിയേ വൈഷ്ണവജന ദോ. ഇത്രയും ഗതികെട്ട ഒരുത്തൻ ലോകത്ത് എവിടെങ്കിലും ഉണ്ട്? മെതക്കായി ആണം കെടുത്താൻ വേണ്ടി മനുഷ്യനെ. എടാ, താടി മീശ ഇല്ലെങ്കിൽ മനസ്സിലാക്കണം ആണും പെണ്ണും കേട്ട ഇവനെ പുറത്തവനാണെന്ന്. പിന്നെ വേറെ കാര്യം പുറത്തു പറയണ്ട രഹസ്യമാണ്. ഇവൻ വലിയ ജൂത സ്നേഹം കാണിച്ച്, ഇസ്രായേൽ സ്നേഹം കാണിച്ച് അവിടെ ചെന്നതാണ്. മൂത്രമൊഴി കഴിയുന്ന സമയത്ത് ചെത്തിയ പെൻസിൽ കണ്ട് ജൂതന്മാർ ഓടിച്ച് കണ്ടം വഴി പോടാന്ന് പറഞ്ഞ് ജിഹാദി എന്ന് പറഞ്ഞു. ഇവന് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റത്തില്ലല്ലോ.
അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. ചെത്തിയ പെൻസിൽ കാരണം ഇവനെ മുസ്ലിമായിട്ടേ കാണുള്ളൂ. ഓടാന്ന് പറഞ്ഞു കണ്ടം വഴി ഓടിച്ചു. ഒരു വ്യക്തിക്ക് മതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുഖത്ത് എത്രത്തോളം മീശ ഉണ്ടെന്ന് നോക്കിയാൽ മതി. മീശ കൂടുകയും താടി കുറയുകയും ചെയ്താൽ അത് ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം താടി കൂടെ മീശ കുറയുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. താടിയും മീശയില്ലെങ്കിലോ താടിയും മീശയില്ലെങ്കിലോ वैष्णवजन दो तेरे गलिए वैष्णवजन दो. എങ്ങനുണ്ട് സംഭവം? പൊളിയല്ലേ? താടി കൂടുതലും മീശ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അതും തലക്ക് പിടിച്ചിട്ടുള്ള തീവ്രവാദിയാണ് ഇവൻ. കഴിഞ്ഞ ദിവസം ഇവനും ഇവന്റെ കൂട്ടാളിയായിട്ടുള്ള വെട്ടാവളിയൻ കാരാട്ടും കൂടെ ഇസ്രയേലിൽ പോയി. ഇസ്രയേലിൽ പോയിട്ട് എയർപോർട്ടിൽ നിന്നുകൊണ്ട് ഇവനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ട ജൂതന്മാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് അലക്കിയെന്ന് പറഞ്ഞാൽ പോരാ, കണ്ടം വഴി ഓടിച്ചെന്ന് വേണം പറയാൻ. കാരണം ഇവന്റെ പേര് ഹാർപ്പിക് ഹുസൈൻ എന്നാണല്ലോ, പേര് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. സത്യം ഞാൻ പറയട്ടെ, ഇങ്ങനെ ആണും പെണ്ണും കെട്ടി ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടടാ നായെ. അല്ലാതെ എന്താണ് ഇവനെ കുറിച്ച് പറയേണ്ടത്? എന്തുകൊണ്ടാണ് ഇവന്മാർ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഈ പേര് മാറ്റാത്തതിന്റെ കാരണം എന്താണ്? പേര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കുന്നില്ലേ സംഘപരിവാറും കാസയും, അതങ്ങ് സ്റ്റോപ്പായി പോകും. നിങ്ങൾക്ക് അലി അക്ബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രോമസിംഹൻ അറിയാമല്ലോ. രോമസിംഹൻ അലി അക്ബർ ആയിരുന്നു കൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ധീര യോദ്ധാക്കളായിട്ടുള്ള രാജ്യസ്നേഹികളെ കുറിച്ചിട്ട് ഒരു സിനിമ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, പുയ മുതൽ പുയ വരെ എന്നുള്ള സാധനം. ആ സിനിമ ചെയ്യാൻ വേണ്ടി ഇവൻ പാവം പിടിച്ച ഹൈന്ദവ സഹോദരങ്ങളുടെ നിന്നൊക്കെയാണ് പണം മേടിച്ച് ഇവൻ 2-2.5 കോടി രൂപ ഉണ്ടാക്കിയിട്ട് ഒരു 10-25 ലക്ഷം രൂപയ്ക്ക് ഒരു കുറേ സംഖ്യകൾ കൊടുത്തു കേട്ടോ പൈസ. ഇതെല്ലാം അവിടെ മേടിച്ച് പിന്നെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു സാമാനം ചെയ്തു വെച്ചു. സത്യത്തിൽ ഇതിന് ശേഷം ഇവൻ അങ്ങോട്ട് പേരങ്ങോട്ട് മാറ്റി. ഏത് ഈ അലി അക്ബർ എന്നുള്ള പേര് മാറ്റിയിട്ട് രോമസിംഹൻ എന്നങ്ങോട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സംഖ്യകളും കൂടെ കാലേ വാരി ഈ പൊട്ടനെ അങ്ങോട്ട് നിലത്തടിച്ച്. ഇപ്പം ഇവനെ നമുക്ക് എവിടെയും കാണാറ് പോലും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 2 മരവാണങ്ങളും പേര് മാറ്റി വേറെ എന്തെങ്കിലും പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പേര് മാറ്റാതെ ഇസ്ലാമിനെ ഇങ്ങനെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2 ക്ഷുദ്രജീവികൾ. ഇനി നമ്മുടെ ചേട്ടൻ പറഞ്ഞതിനുള്ളൊരു മറുപടി, ബ്രെയിൻ ഡെത്ത് വന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മരിക്കുന്നില്ല. 45 പേരെങ്ങാണ്ടും 148 പേര് മരിച്ചതിലെങ്ങാണ്ട് ഒരാളാണെന്നാണ് പറയുന്നത്. ഉസ്താദ് പറഞ്ഞ പോലെ ഈ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറില്ലേ, അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അത് സ്വാഭാവികം. എന്ത് പറയാനാണല്ലോ ഇങ്ങനെ പച്ച വർഗീയത പറയുന്ന ഈ നായ്ക്കളെയൊക്കെ വളിയന്മാരൊക്കെ ഇനി നമ്മൾ എന്ത് മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നത്? എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.